കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. തന്നെ ആരും നോക്കുന്നില്ല, താൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളെടുത്ത് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ട് കമൻസും, ഇവരെന്താണ് ഇങ്ങനെ പബ്ലിക്കിൽ ഓരോന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അഹാന കൃഷ്ണ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മൂമ്മയെ നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർ ഞങ്ങളെപ്പറ്റി പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ഒരുപാട് ഹോം നേഴ്സുകളെയൊക്കെ ഇവർ കാരണം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഇവർ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഈ ഒരു സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അഹാനയുണ്ടെങ്കിൽ അമ്മൂമ്മ എടി പൊടി അങ്ങനെയൊക്കെ വിളിക്കുന്ന ചാറ്റും കുറേയധികം കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങൾ വലുതായപ്പോൾ രണ്ടുപേരും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും, സോൾവായി പോയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് സിന്ധു കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിനകത്ത് ഇതേ കണക്ക് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, അമ്മയുടെ ക്യാരക്ടർ ഞാൻ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും. പിന്നെ അതിന് ശേഷം കുറേയധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണക്ക് അമ്മ ഉണ്ടെങ്കിൽ ഈ ഒരു അച്ഛനെ അടിക്കുന്നതായിട്ടുള്ള വയ്യാതിരുന്ന സമയത്ത് അടിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഒക്കെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു വീഡിയോ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചോദിച്ചവർക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിന്ധു കൃഷ്ണ അവർക്ക് മെസ്സേജായിട്ട് ഇട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അസുഖമായിട്ടിരുന്ന സമയത്ത് കട്ടിലിൽ കിടക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ ഹാളിലൊക്കെയാണ് കിടത്തിയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങളും ആ ചോദിച്ചവർക്ക് മെസ്സേജായിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു മെസ്സേജും കാര്യങ്ങളും പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് ആ ഒരു അമ്മൂമ്മയ്ക്കെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ ഈ ഒരു സിന്ധു കൃഷ്ണയ്ക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യങ്ങളാണോ ഇങ്ങനെ പറയുന്നത്, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ക്വാളിറ്റി കുറവൊക്കെ കാണും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ അത്ര നല്ലതായിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നാട്ടുകാരിലേക്ക് എത്തിക്കുന്നത് എന്ത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ സ്വഭാവം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സിന്ധു കൃഷ്ണയ്ക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസും വരുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.